ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിൽ പ്രമേഷ് തത്സമയം. ഈ വാർത്ത ശരിയാണെങ്കിൽ ഇവൾ കടൽ കടന്നിരിക്കുന്നത് ദുബായ് എന്ന മണ്ണിലേക്കാണ് എന്നുള്ളതാണ് സൂചന. അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇനി അതാണ് സത്യമെങ്കിൽ ഇവളന്മാരെ പോലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും കൊണ്ടു നടന്ന് വ്ലോഗ് ചെയ്യിക്കാനും പ്രൊമോഷൻ വീഡിയോസ് ചെയ്യിക്കാനും കുറെ സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ. പെണ്ണെന്ന് കേട്ടാൽ വീണു പോകുന്ന ഒരു തരം ഞരമ്പ് രോഗികൾ ഈ UAE എന്ന നല്ല നാടിനെ പറയിപ്പിക്കാൻ. പക്ഷെ മോളെ ഷിംജിത, നിന്റെ കാര്യത്തിൽ അവിടെയും തെറ്റും. മേനിക്കൊഴുപ്പിലോ പണക്കൊഴുപ്പിലോ വീഴാത്ത നല്ല മനസ്സിന്റെ ഉടമകളായ നല്ല ആമ്പിള്ളേരുള്ള നാടും കൂടിയാണ് ഈ ദുബായ് എന്ന മണ്ണ്. നീ എവിടെ പോയോ വെച്ചാലും അവർ നിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, നിയമത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഇനി ഒരു നിയമത്തിനും എന്നെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു ധാർഷ്ട്യം നിനക്കുണ്ടെങ്കിൽ ആ ദീപക് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവന്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന് നീ കൊടുക്കേണ്ടി വരുന്ന വില എന്തെന്ന് ദൈവം തമ്പുരാന് മാത്രമേ നിശ്ചയിക്കാൻ കഴിയൂ. നിന്നെ പോലുള്ള മൃഗങ്ങളെ ഒരിക്കൽ കാലന് പോലും വേണ്ടാതാവുന്ന ഒരു ദിവസം വരും. നീ കുറിച്ചു വെച്ചോ. ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വിയോഗം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും താങ്ങാനും ക്ഷമിക്കാനുമുള്ള എല്ലാ കരുത്തും സർവശക്തനായ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 10-11 മണി ടൈമിൽ ഞാൻ ടിക്ടോക്കിൽ ഒരു ലൈവ് കാണാനിടയുണ്ടായി. ആ ലൈവിൽ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന രണ്ടാളുകളെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഈ പറയുന്ന രണ്ട് വ്യക്തികളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 10-27 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും ഒരു 5-6 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും എടുത്ത് പരസ്യമായി അവരുടെ മുഖം കാണിച്ചിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പാരഡി ഗാനങ്ങളോടുകൂടി ആ കുട്ടിയുടെ ജീവിതത്തെ എടുത്ത് ട്രോളിയും മറ്റും ആഘോഷമാക്കി. ഇതെല്ലാം കണ്ട് ആ കുട്ടി വീണ്ടും ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പക്ഷേ പടച്ചവൻ തന്ന നമ്മുടെ ഈ ആയുസിനെ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ്. അന്ന് നിങ്ങളുടെ ആ ക്രൂരതയ്ക്ക് മുമ്പിൽ ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങളിരുന്ന ആ ലൈവ് എങ്ങനെ ഇടുമായിരുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഇരുട്ടി നേരം വെളുത്തപ്പോഴേക്കും നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ പലവരുടെ കയ്യിലും നിങ്ങൾ ചെയ്ത ആ വീഡിയോസ് ഇന്നും ഭദ്രമാണ്. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിരപരാധികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ എടുത്ത് ട്രോളുന്ന, വളരെ ക്രൂരമായി ട്രോളുന്ന ട്രോളന്മാരോട് കൂടിയാണ് കേട്ടോ. ഒന്നും അറിയാതെ, ഒരു കാര്യവും അറിയാതെ നിങ്ങൾ പല പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങളുടെ അക്കൗണ്ടിലിട്ട് ട്രോളുന്നത് കാണാം. ഒരു നിമിഷം അവരതിൽ പതറിപ്പോയാൽ, അവരവരുടെ ജീവൻ ഒടുക്കിയാൽ ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ടുവച്ച് തീർക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്തും കാണിച്ചു കൂട്ടാമെന്നുള്ള ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ കാണിക്കുന്ന നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അതിനൊരു നാൾ നിങ്ങൾ വലിയൊരു വില കൊടുക്കേണ്ടി തന്നെ വരിക ചെയ്യും. ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? സമയം അതിക്രമിച്ചു.